Hi all, welcome to Chlorophyll Learning App. Today we will discuss another important topic for your QET biology exam under the subheading Human Health and Diseases. So the topic is pneumonia. സോ എന്താണ് ന്യൂമോണിയ? ന്യൂമോണിയ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന പേരുള്ള ഒരു ഓർഗാനിസം കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ മാത്രമല്ല ന്യൂമോണിയ ഉണ്ടാക്കുന്നത്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അതും ന്യൂമോണിയ ഉണ്ടാക്കാം. അപ്പൊ ന്യൂമോണിയ കോസ് ചെയ്യുന്ന രണ്ട് ഓർഗാനിസം ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും നമുക്ക് പറയാം ആൻസേഴ്സ് ആയിട്ട്. സോ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് എഴുതുക. ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്, അതായത് എയർ വഴിക്കാണിത് വരുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ യൂട്ടൻസിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും, പേഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള ഈ ന്യൂമോണിയ വന്ന പേഷ്യൻസ് യൂസ് ചെയ്ത യൂട്ടൻസിൽസ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട് വഴിയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാം, ട്രാൻസ്മിഷൻ നടക്കാം. ഇനി ഏതാണ് മോസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻ? നമ്മുടെ ലങ്സിൽ തന്നെ ആൽവിയോളൈനെയാണ് ഈ ഒരു ഓർഗാനിസം ഇൻഫെക്ട് ചെയ്യുന്നത്. ഈ ആൽവിയോളയുടെ ഉള്ളിൽ മുഴുവൻ ഫ്ലൂയിഡും പസ്സും വന്നിട്ട് ഫിൽ ആവും. അങ്ങനെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. സോ ഇതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഫീവർ, ചിൽസ്, കഫ്, ഹെഡ് ഏക്ക്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റം ആണ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ്ങും കഫും ഒക്കെ. പിന്നെ ചിലവർക്ക് കൂടുതലായി കഴിയുമ്പോൾ ചെസ്റ്റ് പെയിൻ വരാം. ലിപ്സും ഫിംഗർ നെയിൽസും ഒക്കെ ഈ ശ്വാസം മര്യാദയ്ക്ക് കിട്ടാതെ, കാരണം ലങ്സ് മുഴുവൻ ഇത് വന്ന് നിറയാണ് അല്ലെ, ഈ പറഞ്ഞ പസ്സും ഫ്ലൂയിഡും ഒക്കെ വന്ന് നിറയുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ലിപ്സും ഫിംഗർ നെയിൽസും ഒക്കെ ബ്ലൂയിഷ് ആയിട്ട് കളർ മാറാം. ഡയഗ്നോസിസ് പ്രധാനമായിട്ടും നമുക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കാം, ലങ്സിന്റെ എക്സ്റേ എടുക്കുക, സ്പൂട്ടം ടെസ്റ്റ് ചെയ്യുക. സ്പൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ കഫം ടെസ്റ്റ് ചെയ്യുക. ദെൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഗുഡ് ഹൈജീൻ പ്രോപ്പറായി ഫോളോ ചെയ്യുക. നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാണ് അല്ലെ, മൗത്ത് കവർ ചെയ്യുക. ഐദർ നമുക്ക് ഇത് വെച്ചിട്ടോ കർച്ചീഫ് വെച്ചിട്ടോ എങ്ങനെയാ വെച്ചാൽ നമുക്കത് കവർ ചെയ്യാം. ദെൻ അവോയ്ഡ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ഒന്ന് ഡിസ്റ്റൻസ് വെക്കുക. ദെൻ വാക്സിനേഷൻ അവൈലബിൾ ആണ്, ബട്ട് വാക്സിനേഷൻ നമുക്ക് ഒരു സ്ട്രിക്ട് വാക്സിനേഷൻ അല്ല. നമ്മുടെ ഹെൽത്ത് ചാർട്ടിൽ ഇത് പറയുന്നില്ല. ഒരു ഓപ്ഷണൽ വാക്സിൻ ആയിട്ട് വരുന്നതാണ് ന്യൂമോകോക്കൽ വാക്സിനേഷൻ, PCV എന്നാണ് പറയുന്നത്. പിന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ന്യൂമോണിയനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് പറയുന്നത് ആന്റിബയോട്ടിക്, പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക, പ്രോപ്പർ മെഡിക്കൽ കെയർ എടുക്കുക. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഒരു ഓർഗാൻസിനെ പറ്റി പറയുന്നത്, ന്യൂമോണിയ കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇനി എന്താണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ? എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യുന്നത്? ബാക്ടീരിയ വരുന്നു, അതായത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ഒരു പേഷ്യന്റ് തുമ്മോ ചുമച്ചോ ചെയ്യുമ്പോൾ വരുന്ന ആ ഡ്രോപ്ലെറ്റ്സ് അല്ലെ, അത് എയറിൽ ഉണ്ടായിരിക്കും. മറ്റൊരാൾ ഈ ഒരു എയർ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓർഗാനിസം അവരുടെ നോസ് വഴിക്ക് മൂക്കിൽ കൂടെ തൊണ്ടയിൽ എത്തുന്നു. ദെൻ തൊണ്ടയിൽ കൂടെ ഇങ്ങോട്ട് എത്തുകയാണ്, ലങ്സിൽ എത്തുകയാണ്. ലങ്സിലെ എസ്പെഷ്യലി ആൽവിയോളയില് അത് പോയി സെറ്റിൽ ആവും. ആൽവിയോള എന്ന് പറയുന്ന എയർ സാക്സ് ആണ്, ലങ്സിന്റെ എയർ സാക്സ് ആണ്. അവിടെ പോയി അത് സെറ്റിൽ ആവും. ദെൻ എന്ത് ചെയ്യും? അത് ആൽവിയോളയില് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൽവിയോളയിനെ ഇൻഫെക്ട് ചെയ്യും. ആൽവിയോളയില് ഫ്ലൂയിഡും പസ്സും എല്ലാം വന്ന് ഫില്ലാവും. നെക്സ്റ്റ് അത് സിംറ്റംസ് കോസ് ചെയ്യാൻ തുടങ്ങും. ഫീവർ, കഫ്, ചെസ്റ്റ് പെയിൻ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. പിന്നെ നെക്സ്റ്റ് ഇവര് അടുത്ത ആൾക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെ, തുമ്മോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അടുത്ത ആൾക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. പ്രധാനമായി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഓർഗാനിസം ന്യൂമോണിയയുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഡിസീസ് ന്യൂമോണിയ എഫക്റ്റഡ് ആവുന്ന പാർട്ട് ആൽവിയോളയിലാണ്. ലങ്സിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഇനി എങ്ങനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാം? ഗുഡ് ഹൈജീൻ ഫോളോ ചെയ്യാം. നമ്മൾ ചുമയ്ക്കുമ്പോൾ മൗത്ത് ഒന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ തുമ്മുമ്പോൾ. ദെൻ ക്ലോസ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. ന്യൂമോകോക്കൽ വാക്സിൻസ് എടുക്കാം. ദെൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. Next we are going to the questions. First question, pneumonia is caused by which of the following pathogen? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കോസ് ചെയ്യുന്നത്? ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗസ് ചെയ്യാമോ നിങ്ങൾക്ക്? So the answer for this question is Streptococcus pneumoniae and Haemophilus influenza. Next question, in patients suffering from pneumonia, which part of the respiratory system is affected? ഈ തന്നിട്ടുള്ളതിലെ ഏത് റെസ്പിറേറ്ററി പാർട്ടാണ് എഫക്ട് ചെയ്യുന്നത്? ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അതാണ് കോമൺ കോൾഡും ഇതും തമ്മിലുള്ള വ്യത്യാസം. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എസ്പെഷ്യലി നമ്മുടെ ലങ്സിലുള്ള ആൽവിയോളൈനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ ആൽവിയോളൈ ഓഫ് ലങ്സ് ആണ്. Next question, what are the characteristic symptoms of severe pneumonia? Severe pneumonia symptoms എന്താണ്? ഒരുപാട് നമുക്ക് ഇന്റൻസീവ് ആയിട്ട് ഒരുപാട്
സിവിയർ ഈ കൊറോണ വന്നപ്പോ നമ്മൾ ഒരുപാട് കണ്ടതാ. അതിന്റെ പിന്നെ വരുന്ന സിംറ്റം എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ് അല്ലെ. എന്തായിരിക്കാം ഇതിന്റെ സിവിയർ സിംറ്റം എന്ന് പറയുന്നത്? ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് ടേൺ ഗ്രേ ടു ബ്ലൂയിഷ്. ബ്രീത്തിങ് കിട്ടാതെ അല്ലെ, ശ്വാസം കിട്ടാതെ ഈ കളർ എല്ലാം ചേഞ്ച് ആവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ന്യൂമോണിയ ട്രാൻസ്മിറ്റഡ് ഫ്രം എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ? എങ്ങനെയാണ്, ഞാൻ എന്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞതാ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിൽ നിന്ന് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിലേക്ക് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്? ഗസ് ചെയ്യാമോ നിങ്ങൾക്ക്? So the answer for this question is by inhaling droplets or aerosols. ആ ലെയറിലുള്ള പാർട്ടിക്കിൾസ് വഴി അതിലെ ഈ പറഞ്ഞ ഓർഗാനിസം ഉണ്ടായിരിക്കും. അത് എവിടുന്ന വരുന്നത്? ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ തുമ്മോ ചുമയ്ക്കോ ചെയ്യുമ്പോഴാണ് എയറിലേക്ക് അത് വരുന്നത്. സോ ഇതുവഴിയാണ് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ന്യൂമോണിയ. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ശരിയാണോ? ശരിയാണ് അല്ലേ. Then it infects the alveoli of lungs. നമുക്ക് നോക്കാം. തേർഡ് ഓപ്ഷൻ, ദ പാത്തോജൻ ഫിൽസ് ദ ആൽവിയോളൈ വിത്ത് ഫ്ലൂയിഡ്. പറഞ്ഞിരുന്നോ ഞാനല്ലേ, ഫ്ലൂയിഡും പസ്സും വെച്ച് ഫിൽ ആവുന്നുള്ളത്. ലാസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ ആണോ? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്നു അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ചെയ്യാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കാം ഇതിന്റെ ആൻസർ? ഇൻകറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസും ക്വസ്റ്റ്യനും നന്നായി ശ്രദ്ധിച്ചു വായിക്കണം. കറക്റ്റ് ആണോ, ഇൻകറക്റ്റ് ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ, എ ആൻഡ് ബി ആണോ കൊടുത്തേക്കണം. അങ്ങനെ പല ഓപ്ഷൻസും നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തേക്കാം. അതുകൊണ്ട് ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. സോ ഇതിന്റെ ആൻസർ, ഇറ്റ് ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് ന്യൂമോണിയ ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ, എക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസേണിംഗ് ന്യൂമോണിയ ആർ കറക്റ്റ്. എല്ലാം കറക്റ്റ് ആണ്, ഒന്നൊഴിച്ച്. ഏതായിരിക്കാമോ ഒന്ന്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. നെക്സ്റ്റ്, pneumonia bacteria grow better at 33 degrees Celsius than at 37 degrees Celsius. Hence, they tend to cause the disease in upper respiratory tract rather than lower respiratory tract. The option നന്നായി വായിക്കണേ. Third option, bacteria infects alveoli of lungs. And fourth option, in pneumonia, fingernails turn bluish in color. ഏതായിരിക്കാം ഇതിന്റെ ആൻസർ? ഞാൻ പറഞ്ഞു, കോമൺ കോൾഡും ന്യൂമോണിയും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ്. കണ്ടോ, അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ എല്ലാ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ലോവറിലാണ്. സെവൻത് ക്വസ്റ്റ്യൻ, ദ മീൻസ് ഓഫ് സ്പ്രെഡ് ഓഫ് വിച്ച് ടു ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഈസ് കോമൺ. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കോമൺ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം കോമൺ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് ആണ്. രണ്ടും എയർബോൺ ആണ് അല്ലെ, എയർ ഇൻഹെയിൽ ചെയ്യുന്നത് വഴിക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോമൺ കോൾഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിനെയും ന്യൂമോണിയ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, എസ്പെഷ്യലി ദ ആൽവിയോളൈ ഇൻ ദ ലങ്സ്, അങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. Next question, which diagnostic tool is typically used to confirm the diagnosis of pneumonia? Pneumonia confirm ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോകാർഡിയോഗ്രാം ആണോ, ചെസ്റ്റ് എക്സ്റേ ആണോ, ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണോ, സ്പൈറോമെട്രി ആണോ? നമുക്ക് വ്യക്തമാണ് ഇതിൽ നിന്ന് ഏതാണ് ആൻസർ? ചെസ്റ്റ് എക്സ്റേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പൂട്ടം എക്സാമിൻ ചെയ്യാം. Ninth question, which of the following is the best action before starting antibiotic therapy for pneumonia? നമ്മുടെ ന്യൂമോണിയക്ക് വേണ്ടി ആന്റിബയോട്ടിക് തെറാപ്പി ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ബെസ്റ്റ് ആക്ഷൻ ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം? ഞാൻ പറഞ്ഞിരുന്നു, ഡയഗ്നോസിസ് പറഞ്ഞപ്പോൾ രണ്ട് മെത്തേഡ്സ് പറഞ്ഞിരുന്നു. നമുക്ക് ചെസ്റ്റ് എക്സ്റേ എടുക്കാം, സ്പൂട്ടം കൾച്ചർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. സ്പൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡായിട്ട് ചുമച്ചെടുക്കണം. വെറുതെ എന്ന് പറഞ്ഞ് ചുമക്കല്ലാതെ നമ്മൾ ഹാർഡായിട്ട് ചെസ്റ്റിൽ നിന്ന് കഫം പുറത്തോട്ട് വരുന്ന പോലെ ചുമച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ കളക്ട് ചെയ്യുന്ന സ്പൂട്ടം കൾച്ചർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂമോണിയ ഡിഫേഴ്സ് ഫ്രം കോമൺ കോൾഡ് ഇൻ ദാറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എങ്ങനെയാണ് കോമൺ കോൾഡും ന്യൂമോണിയയും ഡിഫറെന്റ് ആവുന്നത് അല്ലെ. ഇതിൽ ഏതായിരിക്കാം അപ്പൊ ആൻസർ? കണ്ടോ, ന്യൂമോണിയ അഫക്ട്സ് ആൽവിയോളൈ, അഫക്ട്സ് അപ്പർ റെസ്പിറേറ്ററി. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ന്യൂമോണിയ ഡിഫേഴ്സ് ഫ്രം മിസ്റ്റേക്ക് അല്ല, ന്യൂമോണിയ ഡിഫേഴ്സ് ഫ്രം കോമൺ കോൾഡ് ഇൻ ദാറ്റ്. കോമൺ കോൾഡ് എതിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ന്യൂമോണിയ എഫക്ട്സ് ദ ആൽവിയോളൈ, കോമൺ കോൾഡ് എഫക്ട്സ് അപ്പർ റെസ്പിറേറ്ററി പാസേജസ്.
മിസ്റ്റേക്ക് അല്ല കേട്ടോ. കോൾഡ് എന്നുള്ളടത്ത് കോമൺ കോൾഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയി. ന്യൂമോണിയ എഫക്ട് ചെയ്യുന്നത് ആൽവിയോളൈനെയാണ്, കോമൺ കോൾഡ് എഫക്ട് ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി പാസേജിനെയാണ്. അതായത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിനെ എഫക്ട് ചെയ്യുന്നതാണ് കോമൺ കോൾഡ്. നേരെ മറിച്ച് നമ്മുടെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് ലങ്സിലുള്ള ആൽവിയോളൈനെ എഫക്ട് ചെയ്യുന്നതാണ് ന്യൂമോണിയ. സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ടോപ്പിക്, അതായത് നമ്മുടെ ന്യൂമോണിയ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലോറോഫിൽ ടെലിഗ്രാം ഗ്രൂപ്പിലെ പോൾ ക്വസ്റ്റ്യൻസും ഇടുന്നുണ്ട്, അതും കൂടെ റെഫർ ചെയ്യണേ. ഒപ്പം ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം. നന്നായി പഠിക്കൂ. എന്തായാലും അടുത്ത ക്ലാസ്സിലെ അടുത്ത ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.